സ്ത്രീകളും. ഈ വനിതാ ദിനത്തിന് ഈ നോവലിന് പരിഗണിക്കപ്പെട്ടപ്പോൾ എനിക്കെന്തായാലും വളരെയധികം സന്തോഷമായി. കാരണം ഞാൻ എന്താണോ ലക്ഷ്യം വെച്ചത് അത് ഈ സബരിയിലൂടെ എനിക്കൊരു സമ്മാനമായിട്ട് കിട്ടി. മാത്രമല്ല ഈ അവാർഡ് സബരിയുടെ ഈ സമ്മാനം കിട്ടുമ്പോഴും മറ്റൊരു പ്രത്യേകത കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വലിയ ശില്പിയുടെ ഒരു പുരസ്കാരം. ആ ശില്പം എൻ്റെ കയ്യിൽ ഇത് രണ്ടാമത്തെ ശില്പമാണ്. ആദ്യം എനിക്ക് കിട്ടിയത് എന്താണ് ഭീമ ബാലസാഹിത്യ പുരസ്കാരത്തിൻ്റെ ഒരു വെങ്കല പ്രതിമ. അന്ന് കനപ്പെട്ട അത് ഇന്നും ഞാൻ ഇതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഇത് രണ്ടാമത്തെ ഈ പുരസ്കാരവും വരികയാണ്. ഒരു ശില്പിയുടെ 2 ശില്പങ്ങൾ വാങ്ങിയ സന്തോഷത്തിലാണ് സബരിക്കും സബരിയുടെ പ്രവർത്തകർക്കും എല്ലാം എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഓരോ എഴുത്തുകാരിയെയും നിങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടെ കണ്ടെത്തുന്നു എന്നതിൽ തന്നെയാണ് സബരിയുടെ മികവായിട്ട് ഞാൻ കാണുന്നത്. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നിവിടെ ഈ പുരസ്കാരം വാങ്ങാൻ സാധിച്ചതിൽ സന്തോഷം രേഖപ്പെടുന്നു. എഴുത്തുവഴിയിലെ പെണ്ണുങ്ങളുടെ ശീർഷക സ്വീകരണം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നിശലഭങ്ങൾ, ഉന്മാദിയുടെ എഴുത്തുമുറി, മായാവലയങ്ങൾ, ചക്രവർത്തിനിമാർ യാചിക്കാറില്ല, വസ്ജാന, മഞ്ഞുപാടത്തിലെ വില്ലോമരങ്ങൾ, കടൽമുള്ള, തനിയെ, ഗൂഢം, അങ്ങനെ അങ്ങനെ. എത്ര മനോഹരമായ ശീർഷകങ്ങളാണ് മലയാളത്തിന് വീണ് കിട്ടിയിരിക്കുന്നത്. മായാവലയങ്ങളുടെ സിസിലി.